വസന്തം. രചയിതാവ് വിപിന ആനന്ദ്. ഭാഗം 2. ദേവമംഗലത്തെ ബംഗ്ലാവിൽ അന്ന് സന്തോഷത്തിന്റെ ദിവസമായിരുന്നു. ശേഖരമേനോന്റെ ഒരേയൊരു മകൾ വിദേശത്തു നിന്നും പഠിപ്പ് കഴിഞ്ഞ് ഇന്ന് എറണാകുളത്ത് ദേവമംഗലം ബംഗ്ലാവിൽ തിരിച്ചെത്തുകയാണ്. ഇനി പപ്പയെ ബിസിനസ് കാര്യങ്ങളിൽ സഹായിച്ച് തനിക്ക് ചേർന്ന ഒരാളെ വിവാഹം കഴിച്ച് പപ്പയുടെയും അമ്മയുടെയും കൂടെ സന്തോഷത്തോടെ ജീവിക്കണം. അതുമാത്രമായിരുന്നു അവളുടെ ആഗ്രഹം. ശേഖരമേനോന്റെ ബെൻസ് പോർച്ചിൽ വന്നു നിന്നപ്പോൾ സരസ്വതിക്ക് സന്തോഷമായി. കാറിൽ നിന്നും പപ്പയും മോളും ഇറങ്ങി. ജീൻസ് പാന്റും ഇറക്കം കുറഞ്ഞ ടോപ്പുമായിരുന്നു അവളുടെ വേഷം. ഷാംപൂ ചെയ്ത മുടിയിൽ കയറ്റി വെച്ച കറുത്ത ഗ്ലാസ്. മുടിയിഴകൾ അനുസരണയില്ലാതെ പറക്കുന്നു. മൂക്കിൽ കിടക്കുന്ന റിങ്ങിന്റെ മൂക്കുത്തി. കാണാൻ അവൾ സുന്ദരിയാണെങ്കിലും സരസ്വതിക്ക് മകളുടെ കോലം കണ്ട് ദേഷ്യം പിടിച്ചു. അവർ ആരതി കൊണ്ടുവന്ന് അവളെ ഒഴിഞ്ഞു. അവൾ അവരെ കെട്ടിപ്പിടിക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു, ആദ്യം പോയി കുളിച്ചു വാ തൃഷ, എന്നിട്ട് മതി സ്നേഹപ്രകടനം. നോ നോ, ആദ്യം അമ്മയ്ക്കൊരുമ്മ, എന്നിട്ട് ഫ്രഷ് ആകാം. നല്ല വിശപ്പുണ്ടമ്മ. അവൾ കൊഞ്ചി. അവളുടെ കൊഞ്ചൽ കേട്ടപ്പോൾ സരസ്വതിയുടെ ദേഷ്യം മാറി. അവർ അവളെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ ഉമ്മ വെച്ചു. അമ്മയുടെ മോൾ ആകെ മാറിയിരിക്കുന്നു. ഇല്ല അമ്മേ, അത് അമ്മയ്ക്ക് തോന്നുന്നതാണ്. എനിക്കെന്തു മാറ്റും? സരസ്വതി, നീ കഴിക്കാനെടുത്ത് വെക്കൂ. ആ ശേഖരേട്ടാ എന്ന് പറഞ്ഞവർ കിച്ചണിലേക്ക് പോയി. ജോലിക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ പറഞ്ഞുകൊടുത്തു. തൃഷ അപ്പോഴേക്കും കുളിച്ച് വേഷം മാറി ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് വന്നു. കറുത്ത ചുരിദാറായിരുന്നു അവൾ ധരിച്ചത്. വേഷം കണ്ട് സരസ്വതി ചോദിച്ചു, നീ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിയതാണോ? അതെ അമ്മേ, ഇന്ന് വന്ന് കയറിയതല്ലേ ഉള്ളൂ. ഇന്നു തന്നെ. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ തൃഷ പറഞ്ഞു, ഞാൻ പപ്പയുടെ കൂടെ പോയി ഇപ്പോൾ തന്നെ വരും അമ്മേ. എന്തിനാ ശേഖരേട്ടാ ഇന്ന് മോളെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നത്? എല്ലാം അവളുടെ സ്ഥാപനങ്ങളല്ലേ, അവളെല്ലാം കണ്ടുപിടിക്കട്ടെ. സരസ്വതി ശേഖരമേനോന്റെ മുഖത്തേക്ക് നോക്കി. അയാളുടെ വർത്തമാനം കേട്ട് അവൾക്ക് പുച്ഛമാണ് തോന്നിയത്. ഇരഞ്ഞിക്കാടന്മാരെ ചതിച്ച് സ്വന്തമാക്കിയ സ്വത്തുകൾ. ഇവൾക്ക് അറിയില്ലല്ലോ പപ്പ എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയതെന്ന്. സരസ്വതിയുടെ മുഖത്തെ ദേഷ്യം കണ്ടപ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലായി. അയാൾ പറഞ്ഞു, നിനക്ക് വേണ്ടിയാ തൃഷ ഞാൻ എല്ലാം ഉണ്ടാക്കുന്നത്. നീ ഒരാളിൽ മാത്രമാണ് എൻ്റെ ജീവിതം. അത് പിന്നെ പപ്പ പറയണോ? എനിക്കറിയാം പപ്പയുടെ ജീവനാണ് ഞാനെന്ന്. ഇനി നമ്മുടെ മോൾക്ക് കൂടി ശത്രുക്കളെ ഉണ്ടാക്കാൻ ശേഖരേട്ടൻ ശ്രമിക്കുകയാണോ? വേഗം വിവാഹകാര്യം നോക്ക്. വയസ്സ് 22 അമ്മേ, 22 ഉള്ളൂ, അപ്പോഴേ വിവാഹമോ? കുറച്ച് സാവകാശം താ അമ്മേ. വിവാഹമൊക്കെ അതിന്റെ സമയത്തിന് നടക്കും സരസ്വതി. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. എനിക്കറിയാം എൻ്റെ മോളുടെ വിവാഹം എങ്ങനെ നടത്തണമെന്ന്. അപ്പോൾ എനിക്ക് ഇവളുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നാണോ ശേഖരേട്ടൻ പറയുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. മതി മതി, നിർത്തൂ രണ്ടുപേരും. എനിക്ക് വേണ്ടി അടിയുണ്ടാക്കാതെ ആദ്യമേ അമ്മയ്ക്കൊന്നുകൂടി പ്രസവിക്കാമായിരുന്നു. ഇതിപ്പോൾ എൻ്റെ മകൾ ഇതെന്താ രണ്ടുപേരും കൊച്ചുകുട്ടികളെ പോലെ? പിന്നെ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ തൃഷ ചോദിച്ചു, പപ്പ അവൻ വരാറുണ്ടോ ഓഫീസിൽ? ആര്? പപ്പയുടെ ശത്രു. എന്താ അവന്റെ പേര്? ഇലഞ്ഞിക്കാടൻ ലിബിൻ റോഷൻ. ആ, എന്തിനാ പപ്പ ആ നാശത്തിനെയൊക്കെ അവിടെ വെച്ച് പൊറപ്പിക്കുന്നത്? പറഞ്ഞു വിട്ടുകൂടി? സരസ്വതി രോക്ഷത്തോടെ തൃഷയെ നോക്കി. അവൻ അനുഭവിക്കേണ്ടതൊക്കെയാ നീ അനുഭവിക്കുന്നത് എന്ന് മനസ്സിൽ പറഞ്ഞു. വിദ്യാസമ്പന്നനായ അവനെ പപ്പയുടെ കാൽക്കീഴിലിട്ട് ചവിട്ടി അരയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അത് മോൾക്ക് പറഞ്ഞാൽ അറിയില്ല. ഇനി അതറിയാൻ ഞാനും വരികയല്ലേ. നീ അവനെ നേരിൽ കണ്ടിട്ടുണ്ടോ തൃഷ? ഇല്ല. പിന്നെ നിനക്ക് അവനോട് എന്തിനാ ഈ പകയും വെറുപ്പും പപ്പയുടെ ഭാഗത്തുകൂടി? എൻ്റെ പപ്പയുടെ ശത്രു അത് ഈ ദേവമംഗലത്തെ തൃഷാമേനോന്റെ ശത്രുവാണ്. അത് ആരായാലും, ചിലപ്പോൾ എൻ്റെ അമ്മ തന്നെയാണെങ്കിലും. തൃഷ, നീ ഇതിനനുഭവിക്കുമ്പോളേ ഒന്നിനും പോകരുത്. പപ്പയോ ഇങ്ങനെയായി, നീ കൂടി എന്തിനു വെറുതെ നിന്റെ ജീവിതം കളയാൻ? ഒന്നും വേണ്ട, ആരോടും ശത്രുത വേണ്ട. അമ്മയുടെ പൊന്നും മോളല്ലേ, അമ്മയ്ക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. ഇവള് എൻ്റെ മകളാ. എൻ്റെ ശത്രുക്കൾ ഇവളുടെയും ശത്രുക്കളാണ്. നീ വെറുതെ വാദിക്കാൻ നിൽക്കേണ്ട സരസ്വതി. പിന്നെ സരസ്വതി ഒന്നും മിണ്ടിയില്ല. തൃഷയുടെ ജീവിതം എന്താകുമെന്നോർത്ത് സരസ്വതിക്ക് വിഷമം തോന്നി. പപ്പയുടെ കൂടെ കൂടിയാൽ ഇവളുടെ ജീവിതം നശിക്കുമെന്ന് അവർക്ക് 100% ഉറപ്പായിരുന്നു. അവൾ എഴുന്നേറ്റ് കൈകൾ കഴുകി. വാ പപ്പ, പോകാം. ഇതാ വരുന്നു മോളെ. പപ്പയും മോളും കാറിലേക്ക് കയറിയപ്പോൾ സരസ്വതി ദീർഘമായി ഒന്ന് ശ്വസിച്ചു. എൻ്റെ ചോറ്റാനിക്കര അമ്മേ.
എൻ്റെ മോൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ, അവളെ കാത്തോളണേ. കൂടെ ആ ചെറുപ്പക്കാരനെയും, ഇരഞ്ഞിക്കാടൻ ലെബിൻ റോഷനെ സ്വന്തം മോനായി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അവനെ എല്ലാം തിരിച്ചു കൊടുക്കാൻ ശേഖരേട്ടന് തോന്നണേ. അവർക്കെന്തോ ഒരു ആശ്വാസം പോലെ തോന്നി. അവളെയും കൂട്ടി ചോറ്റാനിക്കരയിൽ പോകണമെന്ന് അവർ മനസ്സിൽ നേർന്നു.